വളരെ പ്രാചീനമായ യാഗങ്ങൾ അത് ഈ പുതിയ ശാസ്ത്ര വിദ്യയുടെ ഇവിടെ അതിനെക്കുറിച്ച് വലിയ പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ യുഗങ്ങൾ തമ്മിലുള്ള ഒരു സമ്മേളനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? അത് നമ്മൾ ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ ട്രാൻസിഷന് ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഒന്ന് പെട്ടെന്ന് എൻഡ് ചെയ്ത് തുടങ്ങില്ല, ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ആ ഓവർലാപ്പിങ്ങിൻ്റെ ഒരു അംശം എപ്പോഴും കുറേ കാലത്തേക്ക് നിൽക്കും. അത് പിന്നെയും കൊണ്ടുപോകണമെങ്കിൽ ആ സമയത്ത് ജനിക്കുന്ന ആൾക്കാർ തന്നെ അതിൽ വിശ്വസിക്കണം, അത് ചെയ്യണം, അത് പ്രാവർത്തികമാക്കണം. ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടോ, ഇപ്പോൾ ഡിപ്ലോമസി എന്നുള്ളൊരു കാര്യം തന്നെ ലോകത്ത് മാറിക്കഴിഞ്ഞു. പലപ്പോഴും ഡിപ്ലോമസി ഇല്ല. ഒരാൾ ഒരു കാര്യം പറയും, അത് ചെയ്യണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആർ യു വിത്ത് മീ ഓർ എഗൻസ്റ്റ് മീ, അങ്ങനെയുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ളൊരു ലെവലിലില്ല. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു പൂ വിരിയുമ്പോൾ അതിൻ്റെ മണവും അതിൻ്റെ ഭംഗിയും ഒക്കെ ആരാണ് ആസ്വദിക്കാമെന്ന് പൂവിനറിയില്ല. അതേപോലെ ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരുപാട് എനർജി ക്രിയേറ്റ് ചെയ്യണം ഇവിടെ. അത് പല സ്ഥലത്തേക്കും വ്യാപിക്കുന്നുണ്ട്. ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്, നേച്ചർ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ആർക്കും ഉപകാരം ചെയ്യുന്ന അറിയില്ല. അങ്ങനെ നമ്മൾ ഈ നിസ്വാർത്ഥമായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ തേജസ് വളരെ കൂടുതലാണ്. നമ്മളെപ്പോഴും സ്വാർത്ഥത വരുമ്പോഴാണ് നമ്മൾ സങ്കുചിതമാവുന്നത്. നിസ്വാർത്ഥമായി ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ എക്സ്പാൻഷനാണ്. ഈ സത്യയുഗം മുതൽ എടുത്തു കഴിഞ്ഞാൽ നിസ്വാർത്ഥതയിൽ നിന്ന് സ്വാർത്ഥതയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കൂടിയാണല്ലോ. അതായത് ഫുള്ളി കോൺഷ്യസും ഫുള്ളി അൺകോൺഷ്യസ് ഇപ്പോഴത്തെ ലെവലിൽ. ഇപ്പം നമ്മൾ വെറും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എന്നുള്ള ലെവലിലേക്ക് ഒതുങ്ങി അതിൻ്റെ മേലെയുള്ള ഒരു അവയർനെസ്, ഒരു പ്രജ്ഞ എന്നുള്ള ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കുമ്പോൾ ആൾക്കാരത് അംഗീകരിക്കുന്നില്ല. കാരണം സയൻറ്റിഫിക് എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മുടെ ലിമിറ്റഡ് ബ്രെയിനിനകത്ത് ഒതുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് ഇപ്പോൾ ഷുഗറിൻ്റെ എക്സ്പീരിയൻസ് കഴിച്ചാലേ അറിയുള്ളൂ. എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും പറയാൻ പറ്റില്ല. അത് മധുരം എന്താണെന്നുള്ളത്, പഞ്ചസാരയുടെ മധുരം അറിയില്ല. അതേപോലെ ഈ എക്സ്പീരിയൻസ് കൺവേ ചെയ്യാൻ പറ്റില്ല, അത് അനുഭവിക്കുക തന്നെ വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൈതൃകം, സംസ്കൃതി എന്ന് പറഞ്ഞാൽ അനുഭവത്തിൻ്റെ മുകളിലാണ്, അതിൻ്റെ മുകളിൽ ബേസ്ഡാണ്. ഈ ഋതംബര ബുദ്ധിയുടെ യൂസും അതിൻ്റെ എക്സിക്യൂഷനുമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും നമ്മുടെ പൈതൃകത്തിലുള്ള. മറ്റതൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ബുദ്ധിക്ക് ഉള്ളിൽ കൊള്ളിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഈ ശാസ്ത്രവും ഗണിതവും ഇത് രണ്ടും ഭാരതത്തിൻ്റെ തന്നെ സംഭാവനകളാണെന്ന് തെളിയിക്കുന്നത് നമ്മുടെ വേദങ്ങളിലൂടെയാണ്. അതിൻ്റെ പ്രകടമായ കാഴ്ചകൾ നമ്മുടെ ഈ വേദഭൂമിയിൽ ഒരുക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി MR രാജേഷ്ജിയുടെ നേതൃത്വത്തിൽ വേദപഠനം സർവ്വലോകവ്യാപകമാക്കുകയാണ്. ഇത് ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം വരണമല്ലോ. എന്താ കാരണം വെച്ചാൽ ഇപ്പം ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ അത് അങ്ങനെ അറിഞ്ഞു വരാനുള്ള ഒരു മെറ്റീരിയൽസും ഇല്ല. ഇപ്പം നമ്മുടെ ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി കത്തിച്ചല്ലോ, എത്രയോ BC-യിലട്ടെ. അത് ആ സമയത്ത് 90 ദിവസം കൊണ്ട് അത് നിന്ന് കത്തിയെന്നാണ് പറയണേ. അത്രയും ബുക്സ് ഉണ്ടായിരുന്നു അതിൽ, അത്രയും പൈതൃകം അതിനകത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ അതിലുണ്ടായിരുന്നു. അതൊക്കെ പോയി. അപ്പോൾ നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഗുരുവിന്ന് ശിഷ്യനിലേക്ക് പോകണമെന്നാണ്, അത് തന്നെ നശിച്ചു പോയി, ആ വേരറ്റ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പലതും നമ്മൾ സമ്മേളിപ്പിക്കുന്നുണ്ട്, അതായത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ കൂട്ടിച്ചേർന്നത് ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പച്ചക്കറിക്ക് മേടിച്ചു കൊടുന്നു, അരി മേടിച്ചു കൊടുന്നു, അത് കുക്ക് ചെയ്തിട്ട് ടേബിളിൽ വെക്കുമ്പോൾ കഴിക്കാൻ പറ്റുമല്ലോ ആൾക്കാർക്ക്. ആ ലെവലിലൊരു ഒരു ഫോർമാറ്റിൽ കൊടുക്കേണ്ടി വരും ഇപ്പോൾ. കാരണം ജനങ്ങൾക്ക് അതൊന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പലപ്പോഴും ഇല്ല, അറിവുമില്ല. എങ്ങനെ അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി അറിയില്ല, അല്ലെങ്കിൽ എന്തിനോട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യത്തിൽ ഒരുപാട് പേർക്ക് അതിൽ റെഡി ഫുഡ് കിട്ടും, അതിൽ നിന്ന് പിടിച്ചു കയറാൻ പറ്റും. അല്ല, ഈ നോർമൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷൻസിലെങ്കിലും വേദപഠനം നിർബന്ധമാക്കണം എന്നൊരു അഭിപ്രായക്കാരനാണോ? വേദപഠനത്തിനേക്കുള്ള അവനവനെ പഠിക്കണം, അപ്പോൾ വേദം പഠിക്കാൻ പറ്റും. സ്വയം പഠിക്കണം. അതായത് നമ്മൾ എനർജി ആൻഡ് മാറ്ററിൻ്റെ കൂടിച്ചേരലാണെന്നുള്ള ഒരു ബേസിക് പോലും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അതായത് വാട്ട് ഈസ് ലൈഫ്, എനർജി മാറ്ററും ഒന്നിച്ച്, അതായത് ഒരു ആത്മാവും ഒരു സ്ഥൂലവും സൂക്ഷ്മവും എന്നുള്ള ലെവലിൽ തന്നെ പഠിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പല ഡയമെൻഷൻസാണ്, 30 കോടി ഡയമെൻഷൻസാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ ആ തുടക്കം, ബേസിക് ഫണ്ടമെൻ്റൽസ് തുടങ്ങണം നമ്മൾ. അത് ഇത്ര വലിയ വിഷമമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫോളോയിങ് അധികം ഇന്ത്യക്ക് പുറത്താണ്. അതിൽ 80% യൂത്താണ്. അവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് വാല്യൂ ഇല്ല നമ്മളോട്. അല്ലാണ്ട് വെറുതെ തിയറിക്കിൽ അവർക്ക് താല്പര്യമില്ല. അത് ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടോ, ഇപ്പോൾ ഈ സ്പിരിച്വൽ ലൈനിൽ വരുന്ന ആൾക്കാർ, എസ്പെഷ്യലി ഓവർസീസ്, അവർക്ക് എക്സ്പീരിയൻസ് വേണം.
അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ബുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതേപോലെ ഒരു നോളജിന് ഇൻട്രസ്റ്റ് ഇല്ല, ഈ ബിലീഫ് എന്നുള്ള കാര്യം മടുത്തിരിക്കണോ, നീ വിശ്വസിക്കുക എന്ന് പറയാൻ അവർക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടല്ലേ എത്തീസം ഇത്രയും വളരുന്നത്. അതൊരു തെറ്റൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനം നമുക്ക് കിട്ടുമ്പോൾ നമ്മളതിന് റിജക്റ്റ് ചെയ്യുന്നത് സാധാരണമാണ് അല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു കാര്യത്തിൽ, അതായത് വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും, അത് വേദ ഉപനിഷത്ത് എന്നുള്ള ലെവലല്ല, ജീവിതത്തിൽ അതിൻ്റെ ആസ്പെക്റ്റാണ് കൊടുക്കേണ്ടത്. അത് അനുഭവവേദ്യമാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ വാല്യൂ വരും. പിന്നെ അവർ തന്നെത്താൻ പിടിച്ച് കയറും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമസ്തേ.